എന്താണ് ചേട്ടാ ഇത്? അവരൊരു സമാധാനം തന്നില്ലെങ്കിൽ എനിക്ക് ഇത് മാർഗമുള്ളൂ. പൈസ കൊടുക്കാനില്ല. പൈസ ഒന്ന് തയ്ക്കാൻ ഉറപ്പടി അയക്കാം, മാറ്റലേ അയക്കാം. ഈ മാസം ലാസ്റ്റ് കൂടി അയക്കല്ലേ. ചാച്ചി ഇത് മാറ്റി തിരിച്ച് കരുനാഗപ്പള്ളിയിൽ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഇവർ ചെന്നിട്ടേ ഇല്ല, അവിടെയും തിരിമറി ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഇത് കടക്കാവൂരാണ്. കടക്കാവൂർ അൻസാർ ചേട്ടൻ്റെ ഓഫീസിലിരിക്കുകയാണ്. അപ്പം അൻസാർ ചേട്ടൻ രാവിലെ വിളിച്ചായിരുന്നു. കാരണം അൻസാർ ചേട്ടനെ ഒരു ലേഡി, ഒരു സ്ത്രീ പറ്റിച്ച് ഒരുപാട് കാശൊക്കെ സ്വന്തമാക്കി. രണ്ടുപേര് ചേർന്ന് ഒരുപാട് കാശൊക്കെ സ്വന്തമാക്കി. പക്ഷെ ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് ഇവരിൽ നിന്ന് മാത്രമല്ല ഒരുപാട് പേരിൽ നിന്ന് ഇങ്ങനെ കാശുകളൊക്കെ വെട്ടിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഓഡിയോ റെക്കോർഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അൻസാർ ചേട്ടൻ ഞങ്ങളൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ ലേഡി എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ലേഡി ഞാൻ നിവാസി പാർട്ടിയുടെ ഒരു ചെറിയൻകീഴ് പ്രസിഡൻ്റാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇത് കണക്ക് നമുക്ക് ഒരു നോട്ടീസൊക്കെ ചെയ്ത് പ്രവാസിയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്താണ് ആദ്യം കയറുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ചെറിയൻകീഴ് താലൂക്ക് പ്രസിഡൻ്റാണ്. നമ്മളെ ഓഫീസ് അങ്ങ് മുകളിലാണ്, അതിൻ്റെ മുകളിൽ ഓഫീസും ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെട്ട് ക്ലാസ്സിന് വരെ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, ഈ പൈസയുടെ കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം ഒരു 25 ആക്കി കൊണ്ടുതരും, പിന്നെ ഒരു 50 ആക്കി കൊണ്ടുതരും. പിന്നെ ഇവരുടെ ആവശ്യങ്ങൾ കൂടി ഇവർ ചോദിച്ച പൈസ കൊടുക്കാൻ അങ്ങ് വിശ്വസ്തരായവർ. അതിനുശേഷം ഇവർ ചെയ്തതെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് വല്ലപ്പോഴും കൂടി എനിക്കൊരു 10,000 രൂപ 6,000 രൂപ ഞാൻ ടൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അക്കൗണ്ട് ഇട്ടിട്ട് അതാണ് ഇവർ ഈ മുതൽ തന്നെന്ന് പറയുന്നത്. അതിൽ തന്നെ തന്നിരിക്കുന്നത് 2 ലക്ഷത്തിനകത്തുള്ളതാണ്. അതിൽ കുറച്ച് പൈസ 75,000 രൂപയോളം എനിക്ക് തോന്നുന്നു ഇവർക്ക് നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് എൻ്റെ കൺസൈൻ ലെറ്റർ കൊടുത്ത് ഞാൻ ലോൺ എടുത്ത് കൊടുത്തു. 10 ലക്ഷം രൂപയാണ് എടുത്ത് കൊടുത്തത്, 3 ലക്ഷം രൂപയുടെ ചിട്ടി വെച്ച്. അപ്പോൾ അവിടെ എൻ്റെ കൺസൈൻ ലെറ്റർ കൊടുക്കണം. അപ്പോൾ ഈ കൺസൈൻ ലെറ്റർ കൊടുക്കുമ്പോഴത്തേക്കാണ് ഇവർക്ക് ലോൺ കിട്ടുന്നത്. അതിലടയ്ക്കേണ്ട പൈസ ആദ്യ കാലങ്ങളിൽ ഇവർ എൻ്റെ അക്കൗണ്ടിലാണ് ഇട്ടത്. അത് ഞാൻ അവിടെ അതേപോലെ അടച്ച് റെസിപ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൂടെ ചേർത്താണ് ഇവർ എനിക്ക് തന്ന് എന്ന് പറഞ്ഞത്. എന്നാലും ഒരു 2,30,000 രൂപയ്ക്കകത്തേ മൊത്തം ടോട്ടൽ ഇവർ എനിക്ക് തന്നിട്ടുള്ളൂ. അതുകൂടാതെ ഒരു വർഷത്തിനകത്ത് എൻ്റെ ഭാര്യയുടെ നിന്ന് വന്ന് ഇത് കണക്ക് എൻ്റെ ഇളയ മോനും ഇപ്പം നഷ്ടപ്പെട്ട് ഇപ്പോൾ മരണപ്പെട്ടതേ ഉള്ളൂ, ഒരു 4 മാസമേ ആകുള്ളൂ. ഈ വിസയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവളിങ്ങനെ, ചേച്ചി ഇങ്ങനെയാണ്, നമുക്ക് കുറച്ച് പേപ്പറുകളൊക്കെ റെഡിയാക്കാം, ഈ അതിലെങ്കിലും കവർ ചെയ്ത് നിങ്ങളെ പൈസ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയും കൂടെ പൈസ ഒപ്പിച്ചുകൊണ്ട് പോയത്. ഈ വെളിയിൽ നിന്ന് ഞാൻ ഒരു 4-5 പിള്ളേരുടെ പൈസ വാങ്ങിച്ചു ഇവരെ കൊടുത്തു. ആ പൈസയും തന്നിട്ടില്ല. ഇപ്പം അവർ പറയുന്ന ഒന്നും തരാനില്ലെന്നാണ്. ഞാൻ വിസ്മയ ചാനലിൻ്റെ റിപ്പോർട്ടറാണ്, ശ്രീജിത്ത് മാരാർ. അപ്പം നമ്മൾ ഈ കടക്കാവൂരുള്ള അൻസാരിയിൽ നിന്നൊരു ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഈ വിസ തട്ടിപ്പിന് വേണ്ടിയിട്ടൊക്കെ വിസയ്ക്ക് വേണ്ടി കാശ് വാങ്ങി മടക്കി കൊടുത്തില്ല, പുള്ളിക്ക് കുറച്ച് കാശ് തിരിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ എന്താ അല്ല, താങ്കളെ വിളിച്ചിട്ട് താങ്കൾ ഫോൺ എടുക്കണമെന്നാണ് എൻ്റെ പറഞ്ഞത്, അൻസാർ ചേട്ടൻ പറഞ്ഞത്. അത് തന്നെ, മാഡം അവർക്ക് കാശ് കൊടുക്കാനുണ്ടോ? പൈസ കൊടുക്കാനില്ല. അല്ല അദ്ദേഹത്തിന്റെ വാങ്ങിച്ച കാശൊക്കെ തിരിച്ചു കൊടുത്തോ? മുഴുവനും കൊടുത്തോ? പക്ഷെ അദ്ദേഹം ആരോപിക്കുന്നത് ഇപ്പോഴും കാശ് കൊടുക്കാണ്ടത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വൈഫിന്റെ കയ്യിൽ നിന്ന് വിസയ്ക്ക് വേണ്ടിയിട്ട് കാശ് വാങ്ങി അത് കൊടുത്തില്ല എന്നൊക്കെയാണ്. ഞാൻ വിസയ്ക്ക് വേണ്ടി ഞാൻ വിസയ്ക്ക് പൈസ ബിസിനസ് ഇല്ലല്ലോ എനിക്ക്. ഞാൻ ഹൗസ് വൈഫ് ആണല്ലോ, വീട്ടിൽ ഹൗസ് വൈഫ് ആണല്ലോ. എനിക്ക് ബിസിനസ് അവര് ആരോപിച്ച ആരോപണമാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഏതായാലും ഞാൻ ആരോപിച്ച ആരോപണം വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയാണ്. എനിക്ക് എന്നെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയോ അറിയാൻ പറ്റുമല്ലോ. ശരി, ഏതായാലും ഞാൻ ബിസിനസ്സാണോ ഇല്ല, ഞാൻ ബിസിനസ് എനിക്ക് ഇതും ഇല്ല. എനിക്ക് ഞാൻ വീട്ടിൽ ഞാൻ കുടുംബത്തിൽ എനിക്ക് ബിസിനസ് കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, എന്തായാലും ഞാനിത് താങ്കളുടെ റിപ്ലൈയും കൂടി ഞാൻ വാർത്തയാക്കണുണ്ട്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. താങ്കളുടെ റിപ്ലൈയും അവരുടെ അതും കൂടെ ആരോപണം കൂടി ഞാൻ വാർത്തയാക്കണുണ്ട്. അല്ല, അത് നമ്മളെ വിളിച്ചിട്ട് അവർ കേസ് കൊടുത്തൊക്കെയല്ലേ കോടതിയിൽ. അവരങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും ഞാനിത്
എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ ആരോപണമാണ്, എനിക്കറിയില്ല. നമ്മൾ സ്വന്തമായിട്ട് നിങ്ങളൊരു ചുമ്മാ ഒരു ന്യൂസ് കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങനെ ആക്കി വെക്കുമോ? നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളില്ലേ? അന്വേഷിക്കാൻ വേണ്ടിയാണ് മാഡം ഇപ്പൊ വിളിച്ചത്, അതിനാണ് ഞാൻ വിളിച്ചത്. അതെ, ഞാൻ എന്റെ വീട്ടിൽ ഞാൻ എന്റെ കൊച്ചോട് ഞാൻ ജീവിക്കുന്നത്, ഞാൻ എങ്ങനെ വിശ്വാസത്തിൽ പ്രതിയാവുന്ന എങ്ങനെ? ഞാൻ ഏതെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായി തന്നെ എനിക്ക് അവരുടെ ട്രാവൽസ് എത്തിക്കുന്ന വിശ്വാസത്തിന് വേണ്ടിയിട്ട്. ശരി മാഡം, ശരി മാഡം, ഓക്കെ ഓക്കെ ഓക്കെ. ഓർമ്മയുണ്ട്, പൈസ വന്നില്ല, അതാണ് ഞാൻ അയക്കാന്ന്. 2 ദിവസം പറഞ്ഞ പറഞ്ഞ അയച്ചേക്കാന്ന്. പൈസ വന്നിട്ട് ഞാൻ അയച്ചേക്കും, എന്തെങ്കിലും അയക്കും ഞാൻ. പൈസ ഒന്ന് തയ്ക്കാൻ ഉറപ്പാണ് ഞാൻ അയക്കാം, മാറ്റല്ലേ അയക്കാം. ഈ മാസം ലാസ്റ്റ് കൂടി അയക്കുമല്ലേ, അയക്കുമെന്ന് പറഞ്ഞിട്ട് അയച്ചില്ല കേട്ടോ. വിസ ഓഫർ ചെയ്ത് എൻ്റെ മോനും ഒരു നല്ലൊരു പേപ്പർ തരാമെന്ന് പറഞ്ഞ്, നിങ്ങളെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോകാൻ, നല്ല ജോബൊക്കെ ഉണ്ട്, അതിനുള്ള പൈസ കൂടെ ജയശ്രീ ഒന്ന് കളക്ട് ചെയ്ത് തന്നാൽ മതിയെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കൂടെ എൻ്റെ മോൻ്റെ ഉൾപ്പെടെ 5 ലക്ഷം രൂപ വാങ്ങിച്ച്, എന്നിട്ട് തിരിച്ച് ഒരു വർഷമായിട്ടും പേപ്പറിൻ്റെ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് കൊടുത്ത പൈസ തിരിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെയൊന്നും തരാനില്ല, നിങ്ങളതായ വഴിക്ക് പോകാൻ പറഞ്ഞു, നിയമപരമായിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ കടയ്ക്കോർ സ്റ്റേഷനിൽ 2 തവണയായിട്ട് ഒരു കൊല്ലത്തിന് 1.5 കൊല്ലത്തിന് മുമ്പും കൊടുത്ത്, ഇപ്പോഴ് വൈഫിൻ്റെ നിന്ന് വാങ്ങിച്ച വിസയുടെ കാര്യം വെച്ചും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചു വരുത്തി, പക്ഷേ അതിൻ്റെ കോപ്പി കേസ് കൊടുത്തതിൻ്റെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. അത് FIR ഇട്ടില്ല എന്നാണ് തോന്നുന്നത്. വിളിച്ചു വരുത്തി അവർ അടയ്ക്കാമെന്ന് സ്റ്റേഷനിൽ എഴുതി വെച്ചതിന് ശേഷം പിന്നെ ഒരു ഇതുമില്ല. ഇപ്പം SI വിളിച്ചാലും എടുക്കില്ല, ഞാൻ വിളിച്ചാൽ എടുക്കില്ല. നമ്മൾ ഈ ഇടയ്ക്ക് വീട്ടിൽ പോയിരുന്നു, അപ്പോഴാണ് കരുനാഗപ്പള്ളിയിൽ പോയിരിക്കുന്നതെന്ന് പറഞ്ഞത്. അവിടെ മരിപ്പിന് പോയെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ നമ്മളെ വിശ്വസിപ്പിച്ച് തിരിച്ച് കരുനാഗപ്പള്ളിയിൽ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഇവർ ചെന്നിട്ടേ ഇല്ല, അവിടെയും തിരിമറി ചെയ്തിരിക്കുകയാണ്. ഇതേ ഇതിൽ തന്നെ ഞെക്കാട്ടുള്ള പലരെയും ഇവർ പറ്റിച്ചിരിക്കുകയാണ്. ഈ പെണ്ണും ഈ അടുത്ത അവളെ ചേട്ടത്തി പെണ്ണും, അതായത് അവളെ വലിയമ്മയുടെ മകളാണ്. ണോ? ഞാൻ വിസ്മയ ന്യൂസിൻ്റെ റിപ്പോർട്ടറാണ്, വിസ്മയ ചാനലിൽ. അപ്പോൾ ഈ അൻസാർ ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും കാശ് പോയോ? എന്റെ നാത്തൂനാണ് അത്, പക്ഷേ ഒത്തിരി പൈസ തരാനുണ്ട്. എത്ര കാശ് തരാനുണ്ട്? എനിക്ക് 21 ലക്ഷം രൂപ തരാനുണ്ട്. ഇത് എന്നിട്ട് കേസ് വല്ലതും ആയോ? തരുമെന്ന് പറഞ്ഞ് ഓരോ ഡേറ്റ് പറയുമ്പോൾ ഓരോന്നായിട്ട് പോവുക. ഇപ്പം 2-3 വർഷമായി ഇതിപ്പോ സംഭവം. 2022 ഒരു പൈസ. ഇതിൽ തെളിവ് വല്ലതും ഉണ്ടോ കാശ് കൊടുത്തതിന്? അല്ല, ചെക്കും പ്രോമിസറി നോട്ട് അവർ എല്ലായിടത്തും കൊടുക്കുന്നതാ. അൻസാർ ചേട്ടൻ്റെ കയ്യിലും ഒരിടക്ക് സാധനമുണ്ട്. ഇതിപ്പം ബന്ധുവിന് മാത്രമല്ല, എന്റെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് പൈസ മൊത്തത്തിലുള്ള തുകയാ പറഞ്ഞ. ഇവിടെ വന്ന് കൊണ്ടുപോയാൽ മൊത്തത്തിലുള്ള തുകയാ. പിന്നെ 1, 2, 5 പേരെന്ന് പൈസ, 6 പേരെന്ന് പൈസ എടുക്കുന്നുണ്ട് ഇവിടെ. ശരി ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. അവരും ഇത് കണക്ക് അനേകം പേരെ പറ്റിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. എല്ലാവരെയും പേരെനിക്ക് വിട്ടുപോയതാണ്. ഞാൻ അതിൻ്റെ എല്ലാ തെളിവും ഞാൻ തരാം. കാര്യം നമ്മൾ വെറുതെ ഒന്നും ആരോപിക്കേണ്ട കാര്യമില്ല, ഇത്രയും ദൂരെ കിടക്കുന്നവരെ പറയേണ്ട കാര്യമില്ല. എന്താ 3 മാസത്തിന് മുൻപ് ഞാൻ ആത്മഹത്യ ചെയ്ത് കഷ്ടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാൻ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയതാണ്. ഒരു അരമണിക്കൂറുടെ താമസിക്കുന്നെങ്കിൽ ആള് നഷ്ടപ്പെട്ടേനായിരുന്നു. ഞാൻ ഇന്നും കയറ് എൻ്റെ പൈസയുടെ എനിക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് 18 ലക്ഷത്തിന് പുറത്ത് കിട്ടാനുള്ള ഒരാളാണ്. പക്ഷേ എനിക്കൊരു 3,90,000 ഞാൻ ഈ പറഞ്ഞവർക്ക് ഡേറ്റ് ഓരോന്നും മാറുന്നത് കാരണം മാനസികമായിട്ട് നൊന്ത് ഞാൻ ചെയ്തതാണ്. കാണിച്ചു തരാം. ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി എനിക്ക് നിങ്ങളുടെ കാര്യം ഓർമ്മ വന്നതാണ്. നമ്മളൊരാളെ രക്ഷിച്ചോ? സത്യം, ഞാൻ അങ്ങനെ അജിലിനെ വിളിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് അത് ശരിയല്ലല്ലോ, എനിക്ക് ഇത്രയും കിട്ടാനുള്ള ഇത് എന്താണ് ചേട്ടാ? ഞാൻ കൊടുക്കാനുള്ളത് എനിക്ക് സമാധാനം തരുന്നില്ല. എനിക്കൊരു അപേക്ഷയുള്ള എനിക്ക് കിട്ടേണ്ട പൈസ കിട്ടിയത് ഞാൻ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അവരൊരു സമാധാനം തന്നില്ലെങ്കിൽ എനിക്ക് ഇതേ മാർഗമുള്ളൂ. ഞാൻ മെനയാന്നും ഇരിക്കാനായിട്ട് കയറെല്ലാം കൊണ്ടുവച്ച് എല്ലായിടത്ത് മാറ്റിക്കളഞ്ഞു. അതൊക്കെ മോശം, ചെയ്യാതിരിക്കാൻ നിവൃത്തില്ല. അത്രയ്ക്ക് എന്നെ അവർ ഈ 2 പെണ്ണുങ്ങൾ എന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. പലിശ കൊടുത്ത് കടക്കാനായ ഒരാളാണ്.
ചേച്ചിക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യക്ക് ശ്രമിച്ചു, വിഷം കുടിച്ചു, പിന്നെ എങ്ങനെയൊക്കെയോ ചേച്ചി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നല്ലേ? കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി കൊടുക്കുന്നത്, വിഷം അടിച്ച് കളഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും വളരെ കഷ്ടപ്പെട്ടു ഒരു 10-15 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. രാത്രിയിൽ ഉറക്കമില്ല, രാത്രിയും പകലും ഇല്ല. കാര്യം ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് സാഹചര്യം എൻ്റെ. ഏതായാലും എന്താ പറയുക, ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു, അവിടെ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ട് കയറി വന്നതാണ്. വീണ്ടും എന്താ കയറും കൊണ്ട് നടക്കുകയാണ്. എന്തായാലും ചേച്ചി ഇത് മാറ്റി. ഇതാണ് ഒരു കോമൺ മാൻ്റെ അവസ്ഥ. വിശ്വസിച്ച് സൗഹൃദം സ്ഥാപിച്ച ആൾക്കാർക്ക് കാശ് കൊടുത്തതിന് ശേഷം അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക വ്യഥയാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ പരിഹാരം കാണണമെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് അതുപോലെ തന്നെ പൊതുപ്രവർത്തകരൊക്കെ അത്യാവശ്യമായി അടിയന്തരമായി ഇടപെടണം. അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഈ കുടുംബത്തിനും ഈ നാട്ടിലും നഷ്ടപ്പെടും. ഇസ്മായിൽ സുരണ്ടി, ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മൈലാർ സൈനിങ് ഓഫ്.